ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോമസോമൽ ബേസിസ് ഓഫ് സെഗ്രിഗേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ മെന്റലിന്റെ 4 പോസ്റ്റ്ലേറ്റ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇതായിരുന്നു 4 പോസ്റ്റ്ലേറ്റ്സ്. 2 ലോസ് ആയിട്ടാണ്, 2 ഫണ്ടമെന്റൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് മെന്റൽ പ്രൊപ്പോസ് ചെയ്തത്. ഒന്നാണ് ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ദ അതർ വൺ ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇനി ഒരു ലോയും കൂടെ ഉണ്ട്, ഡൈഹൈബ്രിഡ് ക്രോസിന് ശേഷം പുറത്തിറക്കിയ ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പോൾ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യം ആണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത്. അതായത് ഈ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ കാണുന്ന ലോ ഓഫ് ഡോമിനൻസ് ഇല്ലേ, 2 ഡിസിമിലർ പെയർ ഓഫ് അല്ലീൽസ് ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരു അല്ലീലിന് മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഈ ലോ എല്ലാ സമയത്തും വാലിഡ് അല്ല. അത് തെറ്റിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഡിസിമിലർ പെയർ ഓഫ് അല്ലീൽസ് ഒരുമിച്ച് വരുന്ന സമയത്ത്, അതായത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരു അല്ലീലിന്റെ ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ലോ ആണ് ലോ ഓഫ് ഡോമിനൻസ്. അത് തെറ്റിപ്പോകുന്ന പല സാഹചര്യങ്ങളുണ്ട്. അത് നമുക്ക് തന്നെ പഠിക്കാനുണ്ട്. ഞാൻ ആ സമയത്ത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, കോ ഡോമിനൻസ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും ഒന്നും ഒരിക്കലും മെന്റലിന്റെ പ്രിൻസിപ്പിൾസ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലോ ഓഫ് ഡോമിനൻസ് വയലേറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് നമുക്ക് തന്നെ പഠിക്കാനുണ്ട്. ഇനി രണ്ടാമത്തെ മെന്റൽ പ്രൊപ്പോസ് ചെയ്ത ലോ ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യാം. ആൻഡ് മൂന്നാമത്തെ, ഇനി നമ്മള് ഡൈഹൈബ്രിഡ് ക്രോസിന് ശേഷം പഠിക്കാനുള്ള ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 3 ലോസ്. അതില് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും വയലേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരും. അതും TH മോർഗന്റെ എക്സ്പെരിമെന്റിൽ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റില് ലിങ്ക്ഡ് ജീൻസ് ആണ് വരുന്നത് എങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വയലേറ്റഡ് ആണ്. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത ലോ ഓഫ് ഡോമിനൻസ് വയലേറ്റ് ചെയ്യപ്പെടും. ലോ ഓഫ് സെഗ്രിഗേഷൻ ഞാൻ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അതും വയലേറ്റ് ചെയ്യപ്പെടും. ഇനി യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോ, ഒരിക്കലും വയലേറ്റ് ചെയ്യപ്പെടാത്ത മെന്റലിന്റെ ലോ ഏതാന്ന് ചോദിച്ചാൽ അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അത് വയലേറ്റ് ചെയ്യത്തില്ല. എന്താ ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്? നമ്മളെ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നമുക്കറിയാം അതിന്ന് ജീൻസ് ആണ്. ജീൻസ് ക്രോമസോമിന്റെ മുകളിലാണുള്ളത്. നമുക്കൊരു പെയർ ക്രോമസോം ഉണ്ട്. ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ആ ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നതെന്നല്ലേ പറയുന്നത്. അപ്പം മയോസിസ് വഴിയാണ് ഈ പറയുന്ന ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്നത്. സോ ഡ്യൂറിങ് മയോസിസ് ക്രോമസോംസ് റിഡക്ഷൻ ചെയ്ത് 2n ഉള്ളത് n ആയി പോവുകയാണ് ചെയ്യുന്നത്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് ഹാപ്ലോയിഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇന്ന് അറിയാവുന്ന കാര്യമാണ്, ശരിയല്ലേ? അപ്പം അതിന്റെ ഒരു ക്രോമസോമൽ ബേസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം NCERT ഇല്ലാത്തത് പോലെ തോന്നും. പക്ഷേ ക്രോമസോമൽ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന എങ്ങനെയാണ് ക്രോമസോമൽ തിയറി കൊണ്ടുവന്നത് എന്നുള്ളൊരു ഭാഗം നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അവിടെ കൃത്യമായിട്ട് നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്നും തന്നെ ഈ ലോ സെഗ്രിഗേഷന്റെ ബേസിസിലുള്ള ക്രോമസോമൽ ബേസിസ് അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ഡെപ്ത് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞതിന് ശേഷം ലോ സെഗ്രിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഉടനെ തന്നെ അതിന്റെ ക്രോമസോമൽ ബേസിസും കൂടെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ സർവകാലത്തും അത് വാലിഡ് ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് മിയോസിസ് ആണ് അതിന്റെ ഫണ്ടമെന്റൽ തിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സെഗ്രിഗേഷൻ നടക്കുന്നതിന്റെ ക്രോമസോമൽ ബേസിസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്രോമസോമൽ ബേസിസ് ഓഫ് സെഗ്രിഗേഷൻ. ഓക്കെ, അപ്പം നമ്മൾ സെഗ്രിഗേഷൻ നടക്കുന്ന കാര്യം നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ഈ ഒരു ക്രോസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാപിറ്റൽ ടി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ക്രോസ്ഡ് വിത്ത് സ്മോൾ ടി. അപ്പൊ ഉണ്ടാവുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു. പിന്നെ ഇവരെ സെൽഫിങ് ചെയ്തു അല്ലെ? എങ്ങനെയാ സെൽഫിങ് ചെയ്യുക? ഇയാളെ എഗെയിൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് ക്രോസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നോക്ക്, ഇവിടെ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ് ആണ് അല്ലെ? ആൻഡ് ഈ ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ, ഇവിടെ ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ ഗമീറ്റിലേക്ക് പോവാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ 2 ടൈപ്പ് ഗമീറ്റും ഈ പാരന്റിന് ഉണ്ടാവും. ഈ F1ലുള്ള ഗമീറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന F1ലുള്ള ഇൻഡിവിജ്വലിനും 2 ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ
ഇവിടെയും 2 ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും എന്നല്ലേ നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട് നിർത്തിയത് ഈ ഭാഗത്താണ്. ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഏതെങ്കിലും ഒരു ഫാക്ടറിന് മാത്രമേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലീലിന് മാത്രമേ ഗമീറ്റിലേക്ക് പോവാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് ശരിയാവുന്നത്, അതിന്റെ ക്രോമസോമൽ ബേസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഏത് ജനറേഷൻ ആണ് നോക്കുന്നത്? ഈ ജനറേഷനിലുള്ള ആളുകളാണ് നോക്കുന്നത്. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലിയിലുള്ള ഒരു പ്ലാന്റിന്റെ ഗമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാവുന്ന ആ ഗമീറ്റ് ഫോർമേഷന്റെ ക്രോമസോമൽ ബേസിസ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ഒരു പ്ലാന്റ്, ആ ആളുടെ അല്ലിയിൽ എങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റിന്റെ ഒരു സെല്ലാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ആ സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും, ന്യൂക്ലിയസിന്റെ അകത്ത് ക്രോമസോംസ് ഉണ്ടാവും. ഞാനൊരു ക്രോമസോം ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ വരയ്ക്കുന്ന ക്രോമസോം. ഈ ക്രോമസോമിന്റെ ഈ ഒരു സൈറ്റിലായിട്ട് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ ഒരു അല്ലീൽ, ഒരു ഫോം ഓഫ് അല്ലീലാണ്, ഒരു ഫോം ഓഫ് എ ജീനാണ് അല്ലീൽ എന്ന് പറയുന്നത്. അതുണ്ട് എന്നുള്ളത് വിചാരിക്കുക. നമുക്കറിയാം ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ് എങ്കിൽ അച്ഛൻ കൊടുത്തൊരു പെയർ ഉണ്ടാവും, അച്ഛൻ കൊടുത്തൊരു കോപ്പി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതേപോലെ ഒരു എക്സാക്ട് ഒരു കോപ്പി അമ്മയും കൊടുത്തിട്ടുണ്ടാവില്ലേ? അമ്മയും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനെ ഞാൻ കളർ മാറ്റിയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ കൊടുത്തത് ക്യാപിറ്റൽ ടി അല്ലിയിലാണെന്നുണ്ടെങ്കിൽ അമ്മ കൊടുത്തത് സ്വാഭാവികമായിട്ട് ആരായിരിക്കും? സ്മോൾ ടി ആയിരിക്കൂലേ? അപ്പൊ എവിടെയാണ് ഈ 2 അല്ലിയിൽ കാണാൻ പറ്റുക എന്ന് ചോദിച്ചാല് ഇവരെയാണല്ലോ നമ്മൾ ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് എന്ന് പറയാ. അപ്പൊ ഹോമലോഗസ് പെയറിന്റെ ഹോമലോഗസ് സൈറ്റിൽ, അതായത് ഈ ക്രോമസോമിൽ ഇവിടെയാണ് ഹൈറ്റ് കൺട്രോളിങ് ജീൻ കാണുക എങ്കിൽ ഹോമലോഗസ് പെയറിന്റെ ഹോമലോഗസ് സൈറ്റിൽ, അതേ സൈറ്റിലാണ് അതിന്റെ അല്ലീലും കാണുക. അതായത് ഇവിടെ ക്യാപിറ്റൽ ടി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയോ ഒന്നും എന്ത് കാണില്ല? സ്മോൾ ടി കാണില്ല. എവിടെയാണ് അല്ലീൽസ് കാണുക? ഹോമലോഗസ് പെയറിന്റെ ഹോമലോഗസ് സൈറ്റിൽ, ഹോമലോഗസ് ക്രോമസോംസിന്റെ ഹോമലോഗസ് സൈറ്റിൽ. അപ്പൊ ഇവിടെയല്ലേ ഹോമലോഗസ് സൈറ്റ് എന്ന് പറയുന്നത്? അവിടെയാണ് സ്മോൾ ടി കാണുക. അപ്പം ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ഒരു സെല്ലാണ് ഞാൻ ഇവിടെ എടുത്ത് വരച്ചിട്ടുള്ളത്. ഈ സെല്ലിൽ അപ്പം നമ്മൾ എന്താ പറഞ്ഞേ? ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ജീന് ഈ സെല്ലിലുണ്ട്, ഈ പ്ലാന്റിലുണ്ട്, ഈ ഓർഗാനിസത്തിലുണ്ട് അല്ലെ? ഹൈറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്, 2 അല്ലീൽസ് ആണുള്ളത്. ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഒരാൾക്ക് മാത്രമേ ഒരു ഗമീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നല്ലേ ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്. അപ്പം അതിന്റെ ഒരു മയോസിസിന്റെ ഈവന്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം DNA അല്ലെങ്കിൽ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് എസ് ഫേസ് അല്ലെ? സിന്തസിസ് ഫേസ് ആണ് എസ് ഫേസ്. അപ്പൊ എന്താ എസ് ഫേസിൽ സംഭവിക്കുക? എസ് ഫേസിൽ ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അതല്ലേ എസ് ഫേസിൽ സംഭവിക്കുക? ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇതാണ് എസ് ഫേസിൽ സംഭവിക്കുന്ന ഇവന്റ്. നിങ്ങൾ സെൽ സൈക്കിൾ ഒക്കെ പഠിച്ചതാണ് അല്ലെ? ആൻഡ് അപ്പം അത് എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഈ സെല്ലിന്റെ അകത്ത് എസ് ഫേസ് നടക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. എസ് ഫേസ്, ഈ ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ആൻഡ് ഈ ക്രോമസോമും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു അല്ലെ? ഈ ക്രോമസോമും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പം എസ് ഫേസ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന്റെ ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ അല്ലീൽ ഉണ്ടാവും, ഈ ഭാഗത്ത് സ്മോൾ ടി എന്ന് പറയുന്ന ഒരു അല്ലീൽ ഉണ്ടാവും. ഇതാണല്ലോ ആഫ്റ്റർ എസ് ഫേസ്, സിന്തറ്റിക് ഫേസ്. ഇങ്ങനെയായിരിക്കുമല്ലോ സെല്ലിന്റെ അകത്തുള്ള ക്രോമസോം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനിയാണ് മയോസിസ് 1 നടക്കുക. മയോസിസ് 1ന്റെ അകത്ത് ആദ്യം പ്രോഫേസ് നടക്കും, മെറ്റാഫേസ് നടക്കും, ദെൻ അനാഫേസ് നടക്കും, ദെൻ ടീലോഫേസ് നടക്കും. അതിലെ പ്രോഫേസിന്റെ സമയത്താണ് ക്രോസ് ഓവർ നടക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ കിടക്കാം. ഇവിടെ തൽക്കാലം ഞാൻ ക്രോസ് ഓവർ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ആഫ്റ്റർ മയോസിസ് 1 സ്റ്റാർട്ട് ചെയ്യാണ്. മയോസിസ് 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം പ്രോഫേസ് നടക്കും, അവിടെ ക്രോസ് ഓവർ നടക്കും, ആൻഡ്
പിന്നെ ഉള്ളത് മെറ്റാഫേസ് ആണ്, ദെൻ അനാഫേസ് ആണ്. അനാഫേസ് 1ന്റെ സമയത്താണ് ഈ പറയുന്ന ഈ പെയേഴ്സിനെയാണല്ലോ നമ്മൾ ഹോമലോഗസ് പെയേഴ്സ് എന്ന് പറയാ. ഇവിടെ കാണുന്ന ഈ പെയേഴ്സ് ആണല്ലോ ഹോമലോഗസ് പെയേഴ്സ്. ഡ്യൂറിങ് അനാഫേസ് 1 ഈ ഹോമലോഗസ് പെയേഴ്സ് സെപ്പറേറ്റ് ചെയ്യും എന്നല്ലേ നിങ്ങൾ പഠിച്ചത്? അതായത് ഈ ആളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും എന്നാണ് നിങ്ങൾ പഠിച്ചത് ആഫ്റ്റർ ആഫ്റ്റർ അനാഫേസ് 1. അപ്പൊ അനാഫേസ് 1 എന്ന് പറയുന്ന ഈ ഈവന്റ് കംപ്ലീറ്റ് ചെയ്തു. അനാഫേസ് 1 കംപ്ലീറ്റ് ചെയ്താല്, അനാഫേസ് 1 കംപ്ലീറ്റഡ് ആയാല് സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഈ പറയുന്ന ഹോമലോഗസ് പെയേഴ്സ് സെപ്പറേറ്റ് ചെയ്യും. അതാണല്ലോ അനാഫേസ് 1 സംഭവിക്കുക. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ 2 സെല്ലായിരിക്കും കിട്ടുക അല്ലെ? ഈ ഹോമലോഗസ് പെയർ സെപ്പറേറ്റ് ചെയ്തു. ഈ 2 ഹോമലോഗസ് പെയേഴ്സും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ശരിയല്ലേ? യെസ്. അപ്പൊ ഇവിടെ സെപ്പറേറ്റ് ചെയ്തു. ഇനി അനാഫേസ് 1 കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അനാഫേസ് 1 കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും ഭാഗം ഞാൻ ഒന്നും കൂടെ ഇങ്ങോട്ടേക്ക് ഇതിനെ മാറ്റുന്നുണ്ട്. അനാഫേസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആളെ ഞാനിതാ ഇവിടെ ഒന്നും കൂടെ കോപ്പി എടുത്തിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ താഴത്തേക്ക് ഇങ്ങനെ വരച്ചു തുടങ്ങാം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ അനാഫേസ് 1 കഴിഞ്ഞ ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം മയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യും. പ്രോഫേസ് ഉണ്ടാവും, മെറ്റാഫേസ് ഉണ്ടാവും, അനാഫേസ് ഉണ്ടാവും, ടീലോഫേസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാം സെക്കൻഡ് മയോട്ടിക് ഡിവിഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത് അനാഫേസ് 2 ആണ്. അനാഫേസ് 2ന്റെ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവും. ശരിയല്ലേ? ഇതല്ലേടാ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്? ഇതാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇതല്ലേ ഇവരുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്? സോ ഡ്യൂറിങ് അനാഫേസ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അനാഫേസ് 2 കംപ്ലീറ്റ് ചെയ്താൽ ഉണ്ടാവുന്നത്, അനാഫേസ് 2 കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക. അനാഫേസ് 2 കംപ്ലീറ്റഡ് ആയി. അങ്ങനെ അനാഫേസ് 2 കംപ്ലീറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് അനാഫേസ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. ശരിയല്ലേ? അപ്പൊ ഈ ആളുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയാല് എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഒരു ക്രോമസോം ഇങ്ങോട്ടേക്ക് വന്നു, ഈ ഒരു ക്രോമസോം ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഈ ആളുടെ മുകളിൽ ഏത് അല്ലീലാണുള്ളത്? ഇവിടെ ക്യാപിറ്റൽ ടി ആണുള്ളത്, ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഉള്ളത്. ആൻഡ് ഇവിടെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അനാഫേസ് 2 കംപ്ലീറ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സെല്ലിന്റെ അകത്തുള്ള സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. അപ്പൊ സിസ്റ്റർ ക്രോമാറ്റിഡ് ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടെ ഒരു ക്രോമാറ്റിഡ് വന്നു. സോ ഇവിടെ ഇപ്പൊ എന്തുണ്ട്? സ്മോൾ ടി ഉണ്ട്, ഇവിടെ എന്തുണ്ട്? സ്മോൾ ടി ഉണ്ട്. അപ്പം ആഫ്റ്റർ ഈ സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആയാല്, മയോസിസ് കംപ്ലീറ്റ് ആയാല് ഇതുപോലത്തെ സെല്ലാണല്ലോ നമുക്ക് കിട്ടുക. ശരിയല്ലേ? യെസ്. അപ്പൊ നോക്ക്, ഈ കാണുന്ന ഗമീറ്റ്സ്, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയതൊക്കെ എന്താണ്? ഗമീറ്റ്സ് ആണ്. ഈ ഗമീറ്റ്സിന്റെ അകത്തുള്ള അല്ലീൽ ഇത് എന്ത് ടൈപ്പ് ഗമീറ്റ് എന്നാണ് നമ്മൾ പറയാ? സോ നമുക്ക് നോക്കാം, ഇത് എന്ത് ടൈപ്പ് ഗമീറ്റ് ആണ് എന്നാണ് നമ്മൾ പറയാ? ക്യാപിറ്റൽ ടി ഗമീറ്റ്. അതിനെയല്ലേ നമ്മൾ ഇന്നലെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ശരിയല്ലേ? ഇതിനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഗമീറ്റിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? സ്മോൾ ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം എല്ലാ ഫാക്ടേഴ്സും, അപ്പൊ മെന്റൽ എന്താ പറഞ്ഞത്? എല്ലാ ക്യാരക്ടേഴ്സും ആർ കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ് ദേ ഒക്കർ ഇൻ പെയർ. പെയർ ആയിട്ടാണ് ഒക്കർ ചെയ്യുന്നത് അല്ലെ? അല്ലീൽസ് പെയർ ആയിട്ടുള്ള, ബിക്കോസ് വി ആർ ഡിപ്ലോയിഡ് ഓർഗാനിസം. ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഈ പറയുന്ന ഏതെങ്കിലും ഈ രണ്ടാളുകൾ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ ഒരു ഗമീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ശരിയാണല്ലോ? ഇവിടെ ഒരു ഗമീറ്റ്, ഇവിടെ ക്യാപിറ്റൽ ടി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഗമീറ്റ് ക്യാപിറ്റൽ ടി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഗമീറ്റ് സ്മോൾ ടി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഗമീറ്റ് സ്മോൾ ടി മാത്രമേ ഉള്ളൂ. അതായത് മയോസിസ് വഴിയാണ് ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാലോ. അപ്പൊ ഡ്യൂറിങ് മയോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണ് അവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ എല്ലാ സെല്ലിലും 46 ക്രോമസോം ഉണ്ടാവുന്നു. അതുപോലെ സ്പേമിലും ഓവത്തിലും 23 ക്രോമസോമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പം 2 പെയർ സെപ്പറേറ്റ് ചെയ്തിട്ട് പോയിട്ടാണ് ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ്
മെന്റൽ പ്രൊപ്പോസ് ചെയ്ത സെഗ്രിഗേഷൻ വാലിഡ് ആണ്, അത് ഒരിക്കലും തെറ്റിപ്പോവില്ല എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഇതാണ് ക്രോമസോമൽ ബേസിസ് ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇതാ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആദ്യ ഒരു സെല്ലിൽ ഉണ്ടാവും. എസ് ഫേസിന്റെ സമയത്ത് അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, അങ്ങനെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടാവും. ദെൻ അനാഫേസ് 1ന്റെ സമയത്ത് ഹോമലോഗസ് പെയേഴ്സ് ആണ് ഇവര്. ഈ ഹോമലോഗസ് പെയേഴ്സ് സെപ്പറേറ്റ് ആവും. Then during anaphase 2 sister chromatids separate ആവും. ഇതാണ് sister chromatids, ഇവര് സെപ്പറേറ്റ് ആവും. ആൻഡ് ഇവര് sister chromatids ഇവരും സെപ്പറേറ്റ് ആവും. സോ ഇങ്ങനെ 4 ഗമീറ്റ് ആണ് നമുക്ക് കിട്ടുക. അതായത് 2 ടൈപ്പ് ഗമീറ്റ് ആണ് കിട്ടുക. ഈ 2 ടൈപ്പ് ഗമീറ്റും കിട്ടാനുള്ള സാധ്യത 50-50 തന്നെയാണല്ലോ. രണ്ടാളും ഒരുപോലെ തന്നെയാണല്ലോ. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡും ടെയിലും കിട്ടാനുള്ള അതേപോലത്തെ സാധ്യതയാണല്ലോ ഇവിടെയും ഉള്ളത്. ശരിയല്ലേ? ഇത് തന്നെയല്ലേ മെന്റലും പറഞ്ഞത്. ഡ്യൂറിങ് സെഗ്രിഗേഷൻ ഗമീറ്റിലേക്ക് ഒരു ഫാക്ടർ മാത്രമേ പോവുള്ളൂ. ആ ഏതൊരു ഗമീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈക്വലി ലൈക്ലിയാണ്, അവരൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത ഈക്വൽ സാധ്യതകളാണ് എന്നാണ് നമ്മളോട് മെന്റല് പറഞ്ഞിട്ടുള്ളത്. സോ മെന്റലിന്റെ ലോ ഓഫ് സെഗ്രിഗേഷൻ ഒരു സമയത്തും അത് തെറ്റിപ്പോകുന്നതല്ല. ലോ ഓഫ് ഡോമിനൻസും ഇനി നമുക്ക് പഠിക്കാനുള്ള ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. സോ ലോ ഓഫ് സെഗ്രിഗേഷൻ നെവർ ഫെയിൽസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് ലോ ഓഫ് സെഗ്രിഗേഷൻ തെറ്റുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. ബാക്കിയുള്ള 2 ലോസും തെറ്റിപ്പോകുന്ന സാഹചര്യം ഏതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അത് തെറ്റാതിരിക്കാനുള്ള കാരണം എന്നുള്ളതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം എന്താ, മയോസിസ് നടക്കുന്ന സമയത്ത് മെന്റല് പറയുന്നത് പോലെ സെഗ്രിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അത് റിയാലിറ്റിയാണ്, അതൊരിക്കലും തെറ്റിപ്പോകത്തില്ല. യെസ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരിക്കലും NCERT-ന്റെ പുറമേയുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത്. ഇത് NCERT-ന്റെ പുറമേയുള്ള കാര്യമല്ല. നിങ്ങൾ സെൽ ഡിവിഷനിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഗുണപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.